സോ ഹലോ ഗൈസ്, അപ്പോൾ ഞാനും അനുവും കൂടി ഇന്ന് ബർത്ത്ഡേയുടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോം ബോർഡൊക്കെ മേടിച്ച് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ബോർഡ് ഞങ്ങൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുമായിരുന്നു. ബിക്കോസ് ഞങ്ങൾ പുറത്ത് പോയി കുറേ അത് തപ്പി, പക്ഷേ റെഡ് കളറുള്ള ബോർഡ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അത് വല്ലാണ്ട് കടുത്തുപോയി എന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. തുടങ്ങിയത് 2 ദിവസം മുന്നേ ആണെങ്കിലും കഴിഞ്ഞത് ബർത്ത്ഡേയുടെ തലേ ദിവസമായിരുന്നു കേട്ടോ. സൈഡിൽ നല്ല ചില്ല് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടോ ഞങ്ങൾ ഇന്ന് പണിയെടുക്കുന്നത്. ഈ പണിയെടുക്കുന്നതിൽ കാണിച്ച ശുഷ്കാന്തി പഠിക്കുന്നതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ A+ ഒക്കെ ഞങ്ങളുടെ കയ്യിലിരുന്നേനെ. പക്ഷേ ആവശ്യമുള്ളതിലൊന്നും നമ്മളെ തല വല്ലാണ്ട് അങ്ങോട്ട് വർക്ക് ചെയ്യില്ലല്ലോ. എഴുതാൻ ഇത്രയും പാടുപെട്ടിട്ടില്ല, പക്ഷെ മുറിക്കാൻ നല്ല പാടുപെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത ഈ കത്തിയാണെങ്കിൽ ഏതോ ഒരു ജാമ്പാൻ്റെ കാലത്തുണ്ടായിരുന്ന കത്തി, അതുകൊണ്ട് മുറിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അതല്ല സെല്ലോ ടാപ്പ് എടുക്കുക ഗൈസ്, അതുകൂടി എടുക്കും ഗൈസ്. പൊട്ടിച്ചു ഗൈസ്, ഇത്ര നേരം ഞാൻ സൂക്ഷിച്ച് ചെയ്തായിരുന്നാണ്, അത് അവള് പൊട്ടിച്ചു. പൊട്ടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയനും കൂടെ വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്നും കിടന്നും ഒക്കെ വർക്ക് ചെയ്ത് അവസാനം ഞങ്ങൾക്ക് മടി പിടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നീറ്റ് പോയി. കാരണം അത്രയും നേരം ഇരുന്നിട്ടും ഇത് എവിടെ എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ പ്രാന്തായി. പിന്നെ ഞങ്ങളിത് ചെയ്തത് തലേ ദിവസമായിരുന്നു കേട്ടോ, ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ബോർഡ് പിന്നെയും ഞങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അത് വീണ്ടും എഴുതിയിട്ടാണ് കേട്ടോ എങ്ങനെയൊക്കെയോ റെഡിയാക്കി എടുത്തത്.